ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ക്രീമൊന്നും ചേർക്കാതെ നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബട്ടർ എഗ് കറി റെസിപ്പി ആയിട്ടാണ്. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഇതിന് വേണ്ട മുട്ട ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നല്ലോണം വേവിച്ചെടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മുട്ടയുടെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലിട്ട് ഒരു 2-3 മിനിറ്റ് നല്ല പോലെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം ഇതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു വഴനയിലയും 2 കറാമ്പൂവ്, ചെറിയ കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചും ഒരു 7-8 വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും ജസ്റ്റ് കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 3 സവാള സ്ലൈസ് ചെയ്തതും സവാളയും കൂടി ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 10-15 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തതും ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് 1 കപ്പ് വെള്ളം അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് കസൂരി മേത്തിയും മല്ലിയിലും ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ ക്രീം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നമുക്ക് ചപ്പാത്തിക്കും പത്തിരിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.